എന്താണ് ഡിമാറ്റ് അക്കൗണ്ട്? നമുക്കറിയാം, നമ്മുടെ ബാങ്കിൽ നമുക്ക് ഇടപാട് നടത്തണമെങ്കിൽ, അഥവാ നമുക്ക് പൈസ ഇടാനും എടുക്കാനും അതുപോലെ തന്നെ ലോണുകൾ എടുക്കാനൊക്കെ നമുക്ക് ഒരു അക്കൗണ്ട് വേണം. അതാണ് ബാങ്ക് അക്കൗണ്ട്. എന്നാൽ അതേപോലെ തന്നെയാണ് ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിൽ നമുക്ക് ഷെയറുകൾ വാങ്ങാനും വിൽക്കാനും അതുപോലെ തന്നെ മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യാനും നമുക്കൊരു അക്കൗണ്ട് വേണം. അതിന് പറയുന്ന പേരാണ് ഡിമാറ്റ് അക്കൗണ്ട്. എങ്ങനെയാണ് ഈ ഒരു ഡിമാറ്റ് അക്കൗണ്ട് എടുക്കുക? നമ്മൾ ബാങ്ക് അക്കൗണ്ട് എടുക്കുന്നത് പോലെ തന്നെ കുറച്ച് പ്രൂഫുകൾ വേണം. പാൻ കാർഡ്, ആധാർ കാർഡ്, മൊബൈൽ നമ്പർ, ഇമെയിൽ ID, ബാങ്ക് പാസ്ബുക്ക്, ഇതെല്ലാം ഉണ്ടെങ്കിൽ നമുക്ക് ഓൺലൈനായിട്ട് തന്നെ നമുക്ക് ഈ ഒരു ഡിമാറ്റ് അക്കൗണ്ട് എടുക്കാവുന്നതാണ്. അപ്സ്റ്റോക്ക്, സെറോദ, ഗ്രോ എന്നീ ഓൺലൈൻ പ്ലാറ്റ്ഫോമുകൾ വഴി നമുക്ക് വളരെ സിമ്പിളായിട്ട് അറിയുന്നവർക്ക് എടുക്കാവുന്നതാണ്. അല്ലെങ്കിൽ നമുക്കത് ബ്രോക്കേഴ്സ് വഴി നമുക്ക് എടുക്കാവുന്നതാണ്. ഡീമെറ്റീരിയലൈസ്ഡ് എന്ന വാക്കിൽ നിന്നാണ് ഡിമാറ്റ് എന്ന് പറയപ്പെടുന്നത്. അങ്ങനെയാണ് ഡിമാറ്റ് അക്കൗണ്ട് എന്ന് പറയുന്നത്. അഥവാ ഷെയറുകൾ ഒരു ഇലക്ട്രോണിക് രൂപത്തിൽ ഹോൾഡ് ചെയ്യുന്നതിനെയാണ് നമ്മൾ ഡിമാറ്റ് അക്കൗണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ സെയിം പർപ്പസ് തന്നെയാണ്, ബാങ്ക് അക്കൗണ്ട് പോലെ തന്നെയാണ് നമുക്ക് ഷെയറുകൾ വാങ്ങാനും വിൽക്കാനുമുള്ള ഒരു അക്കൗണ്ടാണ് ഡിമാറ്റ് അക്കൗണ്ട്.